വെൽക്കം ടു റമദാൻ സീരീസ്. ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ ഉന്നക്കായാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ മിൽമേൻ്റെ ഗീ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ടേസ്റ്റ് അതായിരിക്കും. ഒരു പാനിലേക്ക് നെയ്യൊഴിച്ച് ചൂടായാൽ അതിലേക്ക് നട്ട്സും തേങ്ങ, പഞ്ചസാര, ഏലക്കാപ്പൊടി ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി പഴം ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. ഇനി നൂൽപുട്ട് മേക്കറിൽ നൂൽപുട്ടിനേക്കാളും കുറച്ചുകൂടെ വലിയ അച്ചിൽ ഈ പഴം ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് പഴം കഷ്ണങ്ങളൊന്നും കൂടാതെ നല്ലപോലെ കുഴച്ചെടുക്കാൻ പാകത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നോർമലി ഇത് സ്മാഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതാ കണ്ടില്ല, ഫൈനലി ഇങ്ങനെ പഴത്തിൻ്റെ നാരുകളൊക്കെ ഇതിലിങ്ങനെ കൊടുക്കും. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് എണ്ണ കയ്യിൽ തടവി ഇതിൽ നിന്ന് ചെറിയ ബോൾസ് എടുത്ത് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയിട്ട് ഫില്ലിങ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉന്നക്കായിൻ്റെ ഷേപ്പിൽ നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. തേങ്ങയുടെ ഫില്ലിങ് പുറത്ത് കാണാത്തത് തന്നെ നല്ലപോലെ ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ പൊരിക്കുന്ന സമയത്ത് അത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. ഇനി ബാക്കിയുള്ള പഴത്തിൻ്റെ മാവൊക്കെ ഇതുപോലെ ഫില്ലിങ് ആഡ് ചെയ്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇനി ഒരു പാനിൽ ഓയിൽ ചൂടാക്കി മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.